ഇന്ന് ഞാൻ എൻ്റെ രീതിയിലൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ പാക്കറ്റ് തൈരാണ് ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അത്രയും തന്നെ വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. പാക്കറ്റ് തൈരായതുകൊണ്ട് നല്ല കട്ടിയുള്ള തൈരാണ്. അതുകൊണ്ട് അത്രയും ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതെൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. പല രീതിയിലും മോരുകറി ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചെടുത്ത് ഇനി നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്തത് ഉള്ളിയാണ്. സവാള ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തു. അതിനുശേഷം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തു. അതിനുശേഷം ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്നരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, അല്പം കായപ്പൊടി കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി അത് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് ഇത് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് ഒഴിച്ച് കൊടുത്ത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാക്കറ്റ് തൈരായതുകൊണ്ട് അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഇങ്ങനെയാണ് മോരുണ്ടാക്കുന്നതെന്ന് അഭിപ്രായം അറിയിക്കുക. പല രീതിയിലും മോരുകറി ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യക്കാർ ഇതിനകത്ത് കടലമാവും ചേർക്കാറുണ്ട്. പക്ഷേ നമ്മൾ കേരള സ്റ്റൈൽ മാത്രമാണ് ഇതുണ്ടാക്കിയത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഞാൻ ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും.